ഹലോ മക്കളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും 9ാം ക്ലാസ്സിൽ എത്തിയിട്ടാണല്ലേ. അപ്പൊ 8ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. 8ാം ക്ലാസ്സിലൊക്കെ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിച്ച ആളുകളാണ്. പക്ഷേ നമ്മൾ സോഷ്യൽ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. സോ നമ്മളത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പഠിക്കുകയും വേണം. നമ്മളിപ്പോ 9th എത്തുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ സയൻസിൽ വലിയൊരു മാറ്റമുണ്ട്. എന്താണ് ആ മാറ്റം നിങ്ങൾക്കറിയാം? കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എന്തേ ഉള്ളായിരുന്നു? സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു 9th എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് 2 എണ്ണമായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നോ? നിങ്ങൾക്കറിയോ അതിനെ കുറിച്ചിട്ട്? ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലും സ്കൂളുകളിൽ നിന്നും ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയിട്ടുണ്ടാവും. മറ്റു ചില ആൾക്കാർ നിങ്ങളെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ടെക്സ്റ്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലെ. എന്തായാലും നിങ്ങളെ സോഷ്യൽ സയൻസ് ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ഇവിടെ 2 പേരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ഞാനാണ്, ഒന്ന് നമ്മുടെ മറ്റൊരു ആളാരാണ്? നമ്മളെ പ്രിയപ്പെട്ട ഫസൽ സാറുമാണ്. സോ ഞങ്ങൾ 2 പേരുമാണ് ഈ വർഷം നിങ്ങളെ സോഷ്യൽ സയൻസ് ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. നിങ്ങളോട് പറയാൻ ഒന്നാമത്തെ കാര്യം, നമുക്ക് ശരിക്കും 2 ടെക്സ്റ്റ് ബുക്കാണ് ഇവിടെ പഠിക്കാനുള്ളത്, 9th പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിനെ നമുക്ക് SS1 എന്ന് വിളിക്കാം. രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിന് നമുക്ക് SS2 എന്ന് വിളിക്കാം. പക്ഷെ പൊതുവെ ആളുകൾ ഇതിന് എന്ത് പേരാ വിളിക്കാറുള്ളത് അറിയോ? SS1 പൊതുവെ ഹിസ്റ്ററി എന്നാണ് വിളിക്കാറുള്ളത്. SS2 എന്താ വിളിക്കാറുള്ളത്? ജോഗ്രഫി. ഇങ്ങനെ നിങ്ങൾക്ക് എന്തുണ്ട് എന്നാ പറയുന്നത്? 2 ടെക്സ്റ്റ് ബുക്കുകളായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ശരിക്കും ഇവിടെ SS1 ഹിസ്റ്ററി മാത്രമല്ല, അതിന്റെ കൂടെ വേറെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, എന്തായാലും ഈ 2 ടെക്സ്റ്റ് ബുക്കുകളുമായിട്ട് SS1 9 ചാപ്റ്റേഴ്സും SS2 9 ചാപ്റ്ററും അല്ലെ, 2ലും 9 ചാപ്റ്റേഴ്സ് വീതം പഠിക്കാനുണ്ട്. മൊത്തം 18 മാർക്കിനാണ് ഇവിടെ ഉണ്ടാവുക. 9th മൊത്തം 18 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. ഏകദേശം എന്താണ് ഇതൊരു കാര്യം കൂടി മാറ്റേണ്ട. 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? വെറും 40 മാർക്കിന് മാത്രമാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പക്ഷേ 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 9th എത്തുമ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രയിലാണ് ഉണ്ടാവുക? സോഷ്യൽ സയൻസ് 80ലാണ് നിങ്ങളെ സോഷ്യൽ സയൻസിന്റെ പേപ്പർ ഉണ്ടാവുക. കഴിഞ്ഞ വർഷം 14 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഈ വർഷം 18 ചാപ്റ്റേഴ്സ് ആണ്. ബട്ട് കഴിഞ്ഞ വർഷം പഠിച്ചതിനേക്കാൾ ഇരട്ടി നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്, 9th പഠിക്കാനുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല, പക്ഷെ നമ്മൾ പഠിച്ചിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ പഠിച്ചു SS1 SS2 2 ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ ഹിസ്റ്ററി എന്നും ജോഗ്രഫി എന്നും പറയുന്നു. എത്ര മാർക്കിലാണ് ഉണ്ടാവുക അല്ലെ? ഔട്ട് ഓഫ് 80 മാർക്കിനാണ് ഉണ്ടാവുക. അതിൽ SS1 നിന്നും നമുക്ക് ഉറപ്പായും 40 മാർക്കിന്റെ ചോദ്യവും SS2 നിന്നും 40 മാർക്കിന്റെ ചോദ്യവുമാണ് ഉണ്ടാവുക. സോ അപ്പൊ നിങ്ങളോട് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ SS ഏറ്റവും നന്നായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തുടക്കം മുതലേ ഒരു ചെറിയ നോട്ട്, ഒരു കുഞ്ഞു നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? SS-നായിട്ട് നിങ്ങൾ എടുത്തു വെക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ആശയങ്ങൾക്ക് എന്താണ്, ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു നോട്ടുകളാക്കിയിട്ട് അല്ലെ ഒരു ചെറിയ പേപ്പറിൽ നിങ്ങൾ എഴുതി വെച്ച് തുടങ്ങണം. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യൽ സയൻസ് ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ വരുന്ന വർഷം ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാം. താൽക്കാലികമായിട്ട് ഞാൻ ഇവിടെ പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.